പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫിഷറീസ് ഓഫീസറാണ്. നമുക്കറിയാം ഫിഷറീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഫിഷറീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഈ ഫിഷറീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നമുക്കറിയാം അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഫിഷറീസിൽ ഡിഗ്രിയോ PGയോ ഉള്ള ആളുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ സുവോളജി BSc സുവോളജിക്കാർക്കോ MSc സുവോളജിക്കാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റാണ് ഈ ഒരു ഫിഷറീസ് ഓഫീസർ പോസ്റ്റ്. അപ്പോൾ ഫിഷറീസുകാരോടൊപ്പം തന്നെ സുവോളജിയിൽ ഡിഗ്രിയോ PGയോ ഒക്കെ ഉള്ളവർക്കും നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഫിഷറീസ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ്. ഓക്കെ, നമുക്കറിയാം അത്യാവശ്യം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ നല്ലൊരു പോസ്റ്റാണ്, ഡിഗ്രി ലെവൽ പോസ്റ്റാണ്. ഇതിന്റെ ഒരു ആകർഷകത്വം എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ട് എന്തുണ്ടാവും, നമ്മൾ ഫിഷറീസ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഒക്കെ ആവാൻ പറ്റും. നമുക്കറിയാം ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഒരു ഗസറ്റഡ് പോസ്റ്റാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ. അപ്പോൾ നമ്മൾ ഈ ഒരു ജോലിയിൽ ഫിഷറീസ് ഓഫീസറിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫിഷറീസ് ഓഫീസർ എന്ന ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രൊമോഷൻ സാധ്യതകളുണ്ട്. നമുക്ക് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസറൊക്കെ ആയി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഗസറ്റഡ് പോസ്റ്റിൽ നമുക്ക് പടിയിറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും. എന്തായാലും ഉറപ്പായിട്ടും നമുക്ക് എന്തുണ്ടാവും, പ്രൊമോഷൻ സാധ്യതയുണ്ട്. ആ പ്രൊമോഷൻ സാധ്യത തന്നെയാണ് ഫിഷറീസ് ഓഫീസർ എന്ന ഈ ഒരു നോട്ടിഫിക്കേഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അതേപോലെ തന്നെ ഇതിന്റെ പഠനം നമുക്കറിയാം, മാസ്റ്റർ കി അക്കാദമി ഫിഷറീസ് ഓഫീസറിന്റെ ആദ്യത്തെ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠനം ഇനി സിസ്റ്റമാറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ഈ പഠനം സിസ്റ്റമാറ്റിക് ആവുന്നത് എങ്ങനെയാണ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ പരീക്ഷകൾ നടത്തി മുന്നോട്ട് പോകുമ്പോഴല്ല, അത് മാത്രമല്ല കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് സിലബസ് ഒക്കെ നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് സിലബസിനെ കുറിച്ച് പഠിച്ച് ആ സിലബസിൽ നിന്ന് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ വീക്കിലും പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെ പരീക്ഷകൾ എഴുതി അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു പഠനം സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന് തോന്നൽ വരുന്നത് തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോട്ട്സോ ക്ലാസ്സോ മാത്രം മതിയോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കാം അത് വിചാരിച്ചാൽ പറ്റുമോ? പറ്റില്ല. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി പ്ലാനുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. സുവോളജിക്കാരെ സംബന്ധിച്ച് കുറച്ചുകൂടി നമുക്ക് ആധികാരികമായിട്ട് അവർക്ക് ഈ സമയം കിട്ടിയെങ്കിൽ മാത്രമേ ഈ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റൂ. സുവോളജിക്കാരെ സംബന്ധിച്ച് അവർക്ക് സമയമുണ്ട്. നമുക്ക് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നാൽ കൃത്യം 6 മാസത്തിനുള്ളിൽ പരീക്ഷ ഉണ്ടാവും. 6 മാസത്തിനുള്ളിൽ തന്നെ മിക്കവാറും പരീക്ഷകൾ വരും. ഓക്കെ, അപ്പോൾ പരീക്ഷ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ 2026 ഡിസംബർ മാസത്തിൽ നിലവിലത്തെ ഫിഷറീസ് ഓഫീസറിന്റെ റാങ്ക് പട്ടിക റദ്ദാവുകയാണ്. ആ സമയത്തേക്ക് പുതിയ റാങ്ക് പട്ടിക പബ്ലിഷ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു, 6 മാസത്തിനുള്ളിൽ പരീക്ഷ നടത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ 6-7 മാസത്തിനുള്ളിൽ പരീക്ഷ നടത്തിയാൽ മാത്രമേ നമുക്ക് ആ ഒരു സമയത്തേക്ക് അവർക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ കേരള PSCക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ അത് മുൻകൂട്ടിയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഠനം എന്താണ്, ഇനി സിസ്റ്റമാറ്റിക് ആവണം. ഓക്കെ, മാസ്റ്റർ കി അക്കാദമി എങ്ങനെയാണ് നിങ്ങളുടെ പഠനം സിസ്റ്റമാറ്റിക് ആക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു സ്റ്റഡി പ്ലാൻസും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം. നോക്കിയേ, നമ്മളിപ്പം കൃത്യമായിട്ട് ഓരോ സ്റ്റഡി പ്ലാൻ, ഫിഷറീസ് ഓഫീസറിന്റെ സ്റ്റഡി പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പഠനം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിലെത്താൻ പറ്റും. കൃത്യമായിട്ട് ഇതുപോലെ പഠിച്ചാൽ നിങ്ങൾക്കും മുന്നിലെത്താൻ പറ്റും. ആ മുന്നിലെത്തുന്ന നമുക്കറിയാം, നമുക്ക് ഒട്ടനവധി മത്സര പരീക്ഷകളിൽ, ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ പരീക്ഷകളിൽ, ഒട്ടനവധി പരീക്ഷകളിൽ ആദ്യ റാങ്കുകൾ വാങ്ങിയ ഉദ്യോഗാർത്ഥികളുടെ ആ പഠന രീതിയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതാണ് നിങ്ങളെ കൊണ്ട് ഫോളോ ചെയ്യിപ്പിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് നോക്കിയേ, നമ്മുടെ വീക്ക്ലി സ്റ്റഡി പ്ലാൻ, ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ വീക്ക്ലി സ്റ്റഡി പ്ലാൻ പ്രകാരം ആ ടൈമിനകത്ത് നിങ്ങൾക്ക് 12-ാം തീയതിയാണ് ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക്ക് തന്നത്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ 12-ാം തീയതി തന്നു എന്ന് വിചാരിച്ചു. 19-ാം തീയതി അതിൻ്റെ പരീക്ഷ ഉണ്ടാവും. കൃത്യം 7 ദിവസം കൊണ്ട് 7ാമത്തെ ദിവസം എന്തുണ്ടാവും, പരീക്ഷ ഉണ്ടാവും. അപ്പം അത് ആ ഒരു ടൈം പീരീഡിനകത്ത് നിങ്ങളുടെ ടൈം അനുസരിച്ച് കവർ ചെയ്താൽ മതി. നമ്മൾ ഇത്ര സമയം നിങ്ങൾ ഈ ഒരു ടൈം ഇരിക്കണമെന്ന് പറയുന്നില്ല. കൃത്യമായിട്ട് നിങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ്, ജോലി ചെയ്ത് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്, ഒരുപാട് പേര് റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ കോഴ്സുകളെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, തുടക്കത്തിൽ നമുക്ക് വീക്ക്ലി സ്റ്റഡി പ്ലാൻസ് ആണ്. തുടക്കത്തിൽ വീക്ക്ലി സ്റ്റഡി പ്ലാനാണ്. കൺഫർമേഷൻ വരുമ്പോൾ നമ്മളുടെ രീതി മാറും. ഡെയിലി സ്റ്റഡി പ്ലാനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഡെയിലി നമ്മൾ പഠിക്കും, ഡെയിലി പരീക്ഷ എഴുതും. ആ രീതിയിലേക്ക് നമ്മൾ ആ കൺഫർമേഷൻ ടൈമിലേക്ക് കൺവേർട്ട് ചെയ്യും. അതുവരെ നമ്മൾ
വീക്ക്ലി സ്റ്റഡി പ്ലാനിലൂടെയാണ് ഫോളോ ചെയ്യുന്നത്. നമുക്കറിയാം ഒട്ടനവധി ആളുകൾക്ക് എന്താണ് ഒരു ഗ്യാപ്പൊക്കെ വന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നമ്മുടെ കൂടെ തന്നെ ഫോളോ ചെയ്ത് വരണം. നമ്മുടെ കൂടെ എല്ലാവരും വരണ്ടേ, എല്ലാവരും നമ്മുടെ കൂടെ ഫോളോ ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തുടക്കത്തിൽ ഈ ഒരു വീക്ക്ലി സ്റ്റഡി പ്ലാൻസ് കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മൾ ആദ്യം നോക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ ആദ്യം നോക്കുന്ന മൊഡ്യൂൾ ഏതാ? മൊഡ്യൂൾ 3 ആണ്. നമുക്ക് 5 മാർക്കാണ് ഈ മൊഡ്യൂൾ 3 നമുക്ക് 5 മാർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരിക്കുന്നത് മാർക്കിന്റെ. അത് കൃത്യമായിട്ട് 5 മാർക്ക് തന്നെ ചോദിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാൽ ഫിഷിംഗ് ഗിയർ ടെക്നോളജിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഫിഷിംഗ് ഗിയർ ടെക്നോളജിയാണ്. നോക്കിയേ, അതിൽ ഏതൊക്കെയാണ് നമ്മൾ ഈ വീക്കിൽ ആദ്യം പഠിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിഷിംഗ് ഗിയർ പാർട്ട് 1, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിഷിംഗ് ഗിയർ പാർട്ട് 2, ഫിഷിംഗ് ഗിയർ മെറ്റീരിയൽസ്, യാൺ ആൻഡ് യാൺ നമ്പറിംഗ് സിസ്റ്റം, ഹുക്സ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് എന്നിവയാണ് നമ്മൾ ആദ്യത്തെ വീക്കിൽ പഠിക്കുന്നത്. ആദ്യത്തെ വീക്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ കൃത്യം 7ാമത്തെ ദിവസം പരീക്ഷ ഉണ്ടാവും. അതിന്റെ ടൈം വരെ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിന് മുമ്പ് നമ്മളത് നിങ്ങളുടെയൊക്കെ ടൈം അനുസരിച്ച് കവർ ചെയ്യണം. കോഴ്സ് മെൻറ്റർ ഉണ്ടാവും. നമ്മുടെ കോഴ്സ് മെൻറ്റർ കൃത്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള, നമുക്ക് സബ്ജക്റ്റ് അറിയാവുന്ന ഒരു കോഴ്സ് മെൻറ്ററാണ്, നമ്മുടെ ഫാക്കൽറ്റി തന്നെയാണ് നമ്മുടെ കോഴ്സ് മെൻറ്ററായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് സംശയങ്ങളൊക്കെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നേരിട്ട് മെൻറ്ററോട് ചോദിച്ച് ആ സംശയങ്ങൾ ആ ടൈമിൽ തന്നെ തീർത്തു പോകാനും നമുക്ക് അവസരങ്ങളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഫിഷറീസ് ഓഫീസർ പോലൊരു പോസ്റ്റ് ഇപ്പം നിലവിൽ വിളിച്ചു. എല്ലാവരെയും സംബന്ധിച്ച് നല്ല ഈ ഒരു ക്വാളിഫിക്കേഷൻ അപേക്ഷിക്കാൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെയൊക്കെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. നമുക്കറിയാം ഈ റാങ്ക് പട്ടിക 6/12/2013 നിലവിൽ വന്നത്. 6/12/2026 വരെ നമുക്ക് റാങ്ക് പട്ടികയുണ്ട്. ഇതുവരെ ടോട്ടൽ അഡ്വൈസ് പോയേക്കുന്നത് 79 ടോട്ടൽ അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് 6/12/2026 മുമ്പ് ഇനിയും കുറച്ച് എന്താ വേക്കൻസികൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. ആഡ് ചെയ്യും, ഉറപ്പായിട്ടും ആഡ് ആയിക്കോളും. ഓക്കെ, നോക്കിയേ, ഓപ്പൺ 65 വരെ പോയി. ഓപ്പൺ എത്ര വരെ പോയി? 65 വരെ പോയി. ടോട്ടൽ അഡ്വൈസ് 79. SC 75ാമത് കടന്ന SC പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. ST ഷെഡ്യൂൾഡ് ട്രൈബ് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 5ാമത്തെ ആള് പോയിട്ടുണ്ട്. മുസ്ലിം നോക്കിയേ, 105ാമത് കടന്ന മുസ്ലിം പോയിട്ടുണ്ട്. 105ാമത് കടന്ന മുസ്ലിം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപ്പം നിലവിൽ റിസർവേഷൻ EWS റിസർവേഷൻ ഉള്ളവർ, EWSകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ നമുക്ക് 1 ഇയർ വാലിഡിറ്റി ഉണ്ട് നമ്മുടെ EWS സർട്ടിഫിക്കറ്റിന്. അപ്പോൾ നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റിലൂടെ നമുക്ക് ഈ ഒരു പരീക്ഷയൊക്കെ അടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. EWSകാർ 109ാമത് കടന്ന EWSകാരൻ പോയിട്ടുണ്ട്. ഓക്കെ, EWS 109ാമത് കടന്ന EWSകാരൻ പോയിട്ടുണ്ട്. അപ്പോൾ EWS റിസർവേഷൻ ഉള്ളവർ, എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ റിസർവേഷൻ കിട്ടുന്ന ആളുകൾ മാക്സിമം അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഗുണകരമാണത്. കാരണം ഇങ്ങനൊരു അവസരം, ഇങ്ങനൊരു സാധ്യതയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് പുറകിൽ കിടക്കുന്ന EWSകാരനാണെങ്കിലും അതിന് സാധ്യതയുണ്ട്. 109ാമത് കടന്ന EWSകാരനും പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകതകളൂടെ നോക്കാം. നമ്മുടെ പവർ ബാച്ച്, അത് നമ്മുടെ ഫിഷറീസ് ഓഫീസറിന്റെ പവർ ബാച്ച് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കോഴ്സിന്റെ വാലിഡിറ്റി അപ് ടു എക്സാം വരെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അപ് ടു എക്സാം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ് മാസ്റ്റർ കീ ലേണിംഗ് ആപ്ലിക്കേഷൻ. അത് പ്ലേ സ്റ്റോറിലും ആം സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ആണ്. അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് നമ്മുടെ ആപ്ലിക്കേഷന് തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ, അതിന്റെ ടോപ്പിക് വൈസ് എക്സാംസ്, അതായത് നമുക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, നമുക്ക് മൊഡ്യൂൾ വൈസ് MCQ ഡിസ്കഷൻ ലൈവ് ഉണ്ടാവും. അതുപോലെ തന്നെ ടോപ്പിക് വൈസ് എക്സാംസ് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ് ലൈവ് സെഷൻസ് ഉണ്ടാവും. മൊഡ്യൂൾ വൈസ് എക്സാംസ്, PDF മെറ്റീരിയൽ, മോഡൽ എക്സാംസ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മെന്റർഷിപ്പ് കേട്ടോ. മെന്റർഷിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ ഫാക്കൽറ്റി തന്നെയാണ് നമ്മുടെ മെന്ററായിട്ടുള്ളത്. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ അന്നന്നരം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ കോഴ്സുകൾ, എല്ലാ കോഴ്സുകളും നമ്മൾ ആരംഭിച്ചിട്ടുള്ളതും ഏറ്റവും ഭംഗിയായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവസാനിപ്പിച്ചിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർ കീ അക്കാദമിയുടെ ഏറ്റവും പുതിയ ഫിഷറീസ് ഓഫീസറിന്റെ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ആത്മവിശ്വാസത്തോടെ ജോയിൻ ചെയ്തോ. നമുക്ക് പഠിച്ച് മുന്നേറാം, ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് കുതിക്കാം. ഓക്കെ, താങ്ക് യു.